ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചങ്ങമ്പുഴ പാർക്കിലാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ചൊരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പുതിയൊരു ഗായിക. ഞങ്ങൾ അവരുടെ പാട്ട് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അത്രയും അതിഗംഭീരമായിട്ട് പാടുന്ന ഒരു വ്യക്തി നമ്മുടെ ഇവിടെ ഈ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് അവരോട്ടൊന്ന് പരിചയപ്പെടാം. ഹായ്. ഹായ്, ഇത് ദേവിശ്രീ. നമുക്ക് പരിചയപ്പെടാം. വളരെ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് ദേവിശ്രീ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ പറയാനുള്ളത്? എല്ലാവരുടെയും ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാവർക്കും നന്ദി പറയാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഈ ടീമിനോടും പിന്നെ ഇതിൻ്റെ എല്ലാ ആൾക്കാരോടും ഞാൻ നന്ദി പറയണം. ഓക്കെ ഓക്കെ. എൻ്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല. ഇത് വലിയ കാര്യമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ബൂസ്റ്റപ്പ് ചെയ്യണല്ല, നന്നായിട്ട് പാടും, നല്ല ഗംഭീരമായിട്ട് പാടും. അപ്പോൾ നമുക്ക് ദേവിശ്രീയുടെ ഒരു പാട്ട് കേട്ടാലോ? നമുക്ക് അവിടെ ഇരുന്ന് പാടിയാലോ? കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു, കൂടേറാ പ്രാവെല്ലാം മാറിപ്പോകേ, കാണാതെ കാവടിയാടുകയായി തന്നാലും, കാണാതെ കാവടിയാടുകയായി തന്നാലും, താളലയങ്ങളിലാടി സന്ധ്യ പോയി മറയും വേദികളിൽ പൂവിടും സ്മൃതിരാഗമായി കാറ്റിൻ താളം തേടുന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു, കൂടേറാ പ്രാവെല്ലാം പാറിപ്പോകേ. പാട്ട് ഗംഭീരമായിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. എൻ്റെ വീട് പറവൂരാണ്, നോർത്ത് പറവൂർ. ഓക്കെ ഓക്കെ. വീട്ടിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സീസൺ ടൈമാണ്. ഇപ്പോൾ സീസൺ ടൈമാണ്. പ്രോഗ്രാം അതെ, പോയിക്കൊണ്ട് നിറയെ പ്രോഗ്രാം ഉണ്ടാവട്ടെ. താങ്ക് യു സോ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടും കൂടി ഒന്ന് പാടിയാലോ? ഓക്കെ. നമുക്ക് ഈ ഒന്ന് നടന്നിട്ട് അവിടെ. ഓക്കെ. അപ്പോൾ ഈ സീസണൊക്കെ ആകുമ്പോൾ തിരക്കാവും അല്ലേ? ചേട്ടനെന്താ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒന്ന് രണ്ട് ചാനലിൽ ഞാനും ചെറിയൊരു സിംഗറാണ്. അയ്യോ, അങ്ങനെ അപ്പോഴാണ് ഞാൻ അറിയണത്. എല്ലാവരും പറഞ്ഞു വിട്ട് ഞാൻ എന്തായാലും സിംഗറാണെന്ന്. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടേ ഒരു പാട്ടും കൊണ്ടൊന്ന് പാടാലോ? ഓക്കെ. நாளான தாமரை ரொம்ப நாளாக தூங்கல, அம்மி மிதிச்சோ நேக்கு எதுவும் இல்ல, அந்த கவலை நோக்கு புரியவில்லை, நான் தொட்டா என்ன சுட்டா விடும் வாங்கோ, அழகிட்ட வந்து முத்தம் ஒண்ணு தாங்கோ, நாளான தாமரை ரொம்ப நாளாக தூங்கல, மாமி மடி சார பார்த்து உங்க மோகம் ஏறும் தாகம் தீரும், புரிஞ்சுக்கிட்ட நான் தெரிஞ்சுக்கிட்ட, இன்னும் என்ன தள்ளி வச்சா என் உடம்பு தாங்காது, உங்களைத்தான் எண்ணி இந்த கண்ணு ரெண்டும் தூங்காது, உங்க மார்மேலே சாயானும் மடி மேலே ஆடேனும், தடுப்பேனா இடம் கொடுப்பேனா, வஞ்சி மனம் கெஞ்ச அடவஞ்ச என்ன கொஞ்ச, வஞ்சி மனம் கெஞ்ச அடவஞ்ச என்ன கொஞ்ச கொஞ்ச கொஞ்ச, வாங்கோண்ணா நான் ஆளான தாமரை ரொம்ப நாளாக தூங்கல, அம்மி மெதிச்சோ நேக்கு எதுவும் இல்ல, அந்த கவலை நோக்கு புரியவில்லை, நான் தொட்டா என்ன சுட்டா விடும் வாங்கோ, அடகிட்ட வந்து முத்தம் ஒண்ணு தாங்கோ. തമിഴ് പാട്ട്.
അപ്പൊ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ച് ഞാൻ ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്ത് പാടാറുണ്ട്. ഓഡിയൻസിന്റെ ഇടയിൽ പോയി പെർഫോം ചെയ്ത് പാടും. അതേപോലെ സെയിം ഡ്രസ് എല്ലാം ഇട്ടുണ്ടോ എന്ന് പാടാറുണ്ട്. അതേ കോസ്റ്റ്യൂം. വെരി ഗുഡ്. പിന്നെ ഹിന്ദിയൊക്കെ പാടും? ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്. വെരി ഗുഡ്, അടിപൊളി. എന്തായാലും നല്ല വോയിസാണ്. ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. താങ്ക് യു. ചേട്ടൻ്റെ ഒരു പാട്ട് കേട്ടില്ല. അയ്യോ, അത് പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് രജനീകാന്ത് വന്നിരിക്കണോ? ഹലോ, ഒരു അത്ഭുതമായല്ലോ. ഇതൊരു അത്ഭുതമല്ലോ. എനിക്ക് കുന്നേറി ഭയങ്കര ഒരു ഇത് കേട്ടോ. ശരിക്കും തലവര് മുമ്പിൽ വന്ന പോലെ. വടക്ക് വയ്യ. അപ്പൊ നമുക്ക് രജനീകാന്തിനെ പറ്റിയൊരു പാട്ട് പാടിയാലോ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ. ഒരാൾക്ക് എഴുതിയ ഇലക്കണ മുന്നിടത്തിൽ കണ്ടേ, എൻ പാദത്തിൽ പള്ളികൾ ഉനക്കൊരു അനുമതി തന്നേ, എന്നാടെ താങ്ങിക്കൊള്ള കൊള്ള എനക്കൊരു പാൽ പല്ലവാ, നാനുണ്ട മിച്ച പാലെ നീയൊன்று വാങ്ങി വന്നാൽ മോക്ഷങ്ങൾ ഉനക്കല്ലവാ, வானம் வந்து வணங்கிடவே வணங்கிடவா, மின்சார பூவே என் பூவே என் ஆசையோசை എന്നോട് വാരാൻ എൻ ആസയോസൈ എന്നോടായി. നമ്മുടെ തലവർ വേണ്ടിയിട്ട് ഞാൻ പടയപ്പ എന്ന ഹിറ്റ് മൂവിയിലെ സോങ് മിൻസാര കണ്ണ എന്നുള്ള സോങ് ഡെഡിക്കേറ്റ് ചെയ്യണേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൽ പാടുകയാണ്. ഒരാള് എഴുതിയ ഇലക്കണ മുന്നിടത്തിൽ കണ്ടേ, എൻ പാദത്തിൽ പള്ളികൊള്ളും ഉനക്കൊരു അനുമതി തന്നേ, എന്നാടെ താങ്ങിക്കൊള്ള എൻ കൂന്തൽ ഏന്തിക്കൊള്ള ഉനക്കൊരു വായ്പല്ലവാ, നാനുണ്ട മിച്ചപ്പാലെ നീ ഒன்று വാങ്ങി വന്നാൽ മോക്ഷങ്ങൾ ഉനക്കല്ലവാ, വാനം വന്ന് വണങ്ങിടതേ വണങ്ങിടവാ. അപ്പൊ നമ്മുടെ പടയപ്പ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയ്യാക്ക് നിറയെ തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി ഓഫറുകൾ വരുന്നുണ്ട്. അതെ, ആള് ബിസി ആയിക്കൊണ്ടിരിക്കുവാണ്. ആദ്യം വൈകാണ്ട് തന്നെ ഇദ്ദേഹത്തെ നമുക്ക് തമിഴിലെ ബിഗ് സ്ക്രീനിലെല്ലാം കാണാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്കും അതിലെല്ലാം ഒരവസരം കിട്ടാൻ വേണ്ടിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാണ്. അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി നന്ദി പറയാണ്. ആള് വേറെ സിമ്പിളാണ് കേട്ടോ, ജാടൊന്നുമില്ല അല്ലേട്ടാ. ആള് വേറെ പാവാണ്. ഓക്കെ.